അമ്മയിലുള്ള അടി അതാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം. എന്തായാലും പേര് അമ്മ. അതിൻ്റെ അകത്ത് നടക്കുന്നത് എന്തൊക്കെയാണ് കുറച്ച് നാളുകളായിട്ട് നമ്മൾ അറിയാണല്ലേ. കൂടുതലും അതിൻ്റെ അകത്തുള്ളവർക്കേ എല്ലാം അറിയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ കേൾക്കുന്നത് അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും വളരെ ധൈര്യത്തോടു കൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞ അൻസിബ അതൊരു ചുണക്കുട്ടി തന്നെ. ഇതിനു മുമ്പും അൻസിബയുടെ നിലപാട് നമ്മൾ ബിഗ് ബോസിൽ നിന്ന് കണ്ടതാണ്. ചാനലിൽ വന്ന് അൻസിബ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെ സഹിച്ചാണോ ആ കുട്ടി അതിൻ്റെ അകത്ത് നിന്നത്? ഇതാരാണ് ടിനി ടോം എല്ലാവരെയും ഭരിക്കാനും എല്ലാവരെയും ചീത്ത വിളിക്കാനും ഒക്കെ അധികാരം കൊടുത്തത് ആരാണ്? അമ്മയിൽ ശ്വേതാ മേനോനോ? അല്ല, ശ്വേതാ മേനോൻ്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ ടിനി ടോമിന് വളരെ സപ്പോർട്ട് കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ലക്ഷ്മിപ്രിയ നമ്മൾ ഇതിനു മുമ്പും കേട്ടതാണ്. നീനാക്കുറുപ്പിനെ ശപിച്ചുകൊണ്ടും പുഴുത്തേ ചാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് നമ്മൾ കേട്ടതാണ്. ഇതിനു മുമ്പ് ബിഗ് ബോസിലിരുന്നും ലക്ഷ്മിപ്രിയ കാണിച്ചപ്പോൾ എന്തൊക്കെയാണ് കാർക്കിച്ചു തുപ്പുന്നു ഒരു മനുഷ്യൻ്റെ നേരെ. അപ്പോൾ തന്നെ നമുക്ക് ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം കുറച്ച് മനസ്സിലായി. അൻസിബ പറയുന്ന ഓരോ കാര്യങ്ങളും ടിനി ടോം ചെയ്തത് അൻസിബയെ ജിഹാദി എന്ന് വിളിക്കുന്നു. ടിനി ടോമിൻ്റെ ഡ്രൈവറെ പോലും മതം മാറ്റാൻ ശ്രമിച്ചു. നീന കുറുപ്പിനും പരാതിയുണ്ട്. പക്ഷേ പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അൻസിബ പറയുന്നുണ്ട് അൻസിബ കുറേ പരാതി കൊടുത്തു, മെയിലായിട്ടാണ് കൊടുത്തത്. അവിടെ അതുണ്ടോയെന്നറിയില്ല, പക്ഷേ അൻസിബയുടെ മെയിലിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, പരാതി കൊടുത്തിട്ടില്ല, മെയിൽ അയച്ചെന്ന് പറയുന്നു. എന്താണ് ശ്വേതാ മേനോൻ ഇങ്ങനെ കാണിക്കുന്നത്? പണത്തിൻ്റെ ഒരു ഇതിലാണോ, അല്ല അധികാരം തലക്ക് പിടിച്ചത് കൊണ്ടാണോ, അല്ല ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതാണോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അന്ന് ഇലക്ഷൻ സമയത്തൊക്കെ പറഞ്ഞത്. ശരിക്കും ഇങ്ങനൊരു അമ്മ എന്ന് പറയുന്നൊരു ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യം അതിലുള്ളവർക്കുള്ള ഉപകാരങ്ങൾക്കും അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് എന്തൊക്കെയാണ് പരിഗണന കിട്ടുന്നത് അതിനൊക്കെയല്ലേ. പക്ഷേ ഇതെന്താണ് എന്നും അടി. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇവരുടെ ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആയ ഒരു ആവശ്യം കിട്ടുന്നുണ്ടോ? മുതിർന്ന നടി ഉഷയും പറയുന്നുണ്ട് എന്നെയും ജിഹാദി എന്ന് വിളിച്ചെന്ന്. ടിനി ടോമിന് എന്താണ് പ്രശ്നം? മുസ്ലിങ്ങളെ കണ്ടുകൂടെ? കാരണം അൻസിബയെയും വിളിച്ചു, ഉഷയെയും വിളിച്ചു. ടിനി ടോം ആരാണ്? സർവാധികാരിയായി അമ്മയിൽ നിൽക്കാൻ അതിനു മാത്രം എന്താണ് ടിനി ടോമിനുള്ളത്? വളരെ നല്ലൊരു അഭിനയമായ ഒരു നടനാണോ? പക്ഷേ ഈ ടിനി ടോമിനെ പേടിക്കുന്നത് പോലെയോ അല്ല സ്നേഹം കൊണ്ടോ? എന്താണ് പ്രസിഡൻ്റായ ശ്വേതാ മേനൊക്കെ ടിനി ടോമിനാണ് സപ്പോർട്ട്. എന്തിനും ആണുങ്ങളെ കുറ്റം പറയുന്ന പ്രിയങ്ക വന്ന് വളരെ ഘോരഘോരമായിട്ട് ടിനി ടോം അങ്ങനെയൊന്നും ചെയ്യില്ല, ഇതിൻ്റെയൊക്കെ സമയത്ത് പ്രിയങ്ക കൂടെ തന്നെ ഉണ്ടായിരുന്നോ? ഇത്രയും ആധികാരികമായിട്ട് ടിനി ടോമാണ് സത്യം, അൻസിബ പറയുന്നൊന്നും ശരിയല്ല എന്ന് പറയാൻ വേണ്ടി സത്യം ഏതാണെന്നൊന്നും ചിന്തിക്കാതെ നാണമില്ലേ ഇതുപോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് അവർക്ക് സപ്പോർട്ട് പറയാൻ? ശരിക്കും ഇവരെയൊക്കെ മാറ്റിയിട്ട് ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും നല്ലതായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ്, പണം കിട്ടാൻ വേണ്ടിയാണോ, അല്ല എന്തിനാണ് ശ്വേതാ മേനോൻ ഇതൊക്കെ കണ്ട് ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? ശ്വേതാ മേനോൻ ഒന്നും അറിഞ്ഞിട്ടില്ല, അൻസിബ കൊടുത്ത പരാതിയെപ്പറ്റി അറിഞ്ഞിട്ടില്ല, മെയിൽ അയച്ചെന്ന് പറഞ്ഞു അത് കണ്ടിട്ടില്ല, ഒന്നും അറിയില്ല. പ്രസിഡൻ്റായ ശ്വേതാ മേനോൻ അറിയാതെ ഇതൊന്നും നോക്കണ്ട, പിന്നെ എന്താണ് വലിയ ഭാവാഭിനയത്തിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് എന്താണ് കാര്യം? ഈ കൊടുക്കുന്ന പരാതികൾ കാണുന്നില്ല, അതിനൊരു നടപടി എടുക്കുന്നില്ല. ശരിക്കും ഏതെങ്കിലും സത്യസന്ധമായി ചെയ്യുന്ന ആരെങ്കിലും അവിടെ വരണം. നല്ലതായിട്ട് ചെയ്യുന്നൊരു കുട്ടിയാണ് അൻസിബ എന്ന് തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഭരിക്കുന്നവർക്കല്ലാതെ അതിൻ്റെ അകത്തിരിക്കുന്ന അംഗങ്ങൾക്കൊക്കെ അൻസിബയെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ അൻസിബ പറയുമ്പോൾ ഇത്ര ചെറിയൊരു കുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളും എത്ര നല്ല അർത്ഥവത്തായ കാര്യമാണ് അൻസിബ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് അൻസിബയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്? അസൂയ. ലക്ഷ്മിപ്രിയയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ലക്ഷ്മിപ്രിയ എന്തൊക്കെയോ അഭിനയിച്ച് എന്തോ കാണിക്കാൻ വേണ്ടി അതുപോലെയാണ് വന്ന് പറയുന്നത്. അൻസിബ പറയുന്നുണ്ട് ഒരു മെസ്സേജ് ലക്ഷ്മിപ്രിയക്ക് ഇട്ടപ്പോൾ അത് എന്തോ കുടുംബം തകർക്കാനാണ്, അതുപോലെ എന്തൊക്കെയോ ഹസ്ബൻഡ് ചെയ്തു എന്നാൽ ആ ഹസ്ബൻഡിനെതിരെ പരാതിയൊന്നുമില്ല. അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അവിടെയുള്ളവർ പോലും ലക്ഷ്മിപ്രിയക്കാണ് സപ്പോർട്ട്. ഇത്രയും കാലം ജീവിച്ചിട്ട് അതും ചെറിയ പ്രായത്തിൽ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച ഭർത്താവിന് അൻസിബ അയച്ചൊരു മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഈ ഭാര്യയെ സംശയിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ വിശ്വാസമുള്ളോ? ഇവർ തമ്മിലുള്ള ജീവിതം അത്രയേ ഉള്ളോ? പിന്നെ നമ്മളതെല്ലാം കേട്ടതാണ്. നീനാക്കുറുപ്പിനെ ഈ ലക്ഷ്മിപ്രിയ വിളിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങളും എത്രത്തോളം ഹീനമായ ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ വിളിച്ച് പറയാൻ പറ്റുള്ളൂ. ലക്ഷ്മിപ്രിയക്ക് നീനാക്കുറുപ്പിനോട് എന്താണ് പേഴ്സണലായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? കാരണം ലക്ഷ്മിപ്രിയ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് പുഴുത്തേ ചാവൂ എന്നൊക്കെയാണ് പറയുന്നത്. വെറും കൃമിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ ആരാണ്? പൊതുസമൂഹത്തിൽ ഇത് കേട്ടപ്പോൾ ലക്ഷ്മിപ്രിയയെ എത്രത്തോളം തരം താഴ്ന്നിട്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയോട് പറയുന്നത് നിങ്ങൾ വെറും കൃമിയാണ്, അതുപോലെ നിങ്ങൾ പുഴുത്തേ ചാവൂ, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവരെത്രത്തോളം ആ ഒരു രീതിയിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ?
സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തോ സംഭവമാണ്, അമ്മ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സംഭവമാണെന്ന് പറയുന്ന ലക്ഷ്മിപ്രിയ ഒരു സ്ത്രീയോട് പറഞ്ഞ കാര്യങ്ങൾ അത് ലക്ഷ്മിപ്രിയക്ക് അറിയില്ല. അതുപോലെ അയ്യോ അൻസിബേൻ്റെ മോളാണ്, അൻസിബേൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അൻസിബയ്ക്ക് വന്ന പ്രശ്നങ്ങളിലൊന്നും എന്താണ് ലക്ഷ്മിപ്രിയ ഇടപെടാതിരുന്നത്? അത് അൻസിബ പറയുന്നതൊക്കെ തെറ്റാണ്. എന്താണ് അൻസിബ പറഞ്ഞത്? അതൊന്നും ലക്ഷ്മിപ്രിയക്ക് പ്രശ്നമില്ല. ഈ പ്രസിഡന്റ് സ്ഥാനം എന്തിനാണ് ശ്വേതക്ക്? വെറുതെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരോടും ചിരിച്ച് നമ്മൾ ഈ ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടായില്ലേ? അതിലൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാവരെയും സോപ്പിട്ട് ചിരിച്ച് കളിച്ച് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലല്ലോ ഈ പ്രസിഡന്റ് സ്ഥാനത്തിന് അവരെ ആക്കിയത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെടാൻ. ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറയുന്നത് അതൊന്നും ശ്വേതക്കറിയില്ല. അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ ആ സ്ഥാനത്ത് എന്തിനാണ് നിൽക്കുന്നത്? വെറുതെ എല്ലാവരും കൂടി നിന്ന് ഇതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി, അതൊന്നും ഒരു വിഷയമല്ല. കാരണം പുറലോകത്തോട്ട് പറയാൻ പാടില്ല, അതിൻ്റെ അകത്ത് തീർക്കണമെന്നല്ലേ. അതിൻ്റെ അകത്ത് എങ്ങനെ തീർക്കാനാണ്? പിന്നെ ഇതൊക്കെ പറയുന്നവർക്ക് പിന്നീടൊരു വർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പാർവതിയെ കണ്ടിട്ടുണ്ടായല്ലോ. പാർവതിയൊക്കെ പലതും തുറന്നു പറഞ്ഞതുകൊണ്ട് ആ കുട്ടിക്കൊക്കെ ഇപ്പോൾ സിനിമയുണ്ടോ? അതുപോലെ തന്നെയായിരിക്കും അൻസിബക്ക്. ഇപ്പം തന്നെ കൂടുതൽ സിനിമയില്ലാത്തൊരു കുട്ടിയാണ്, ഇനി അങ്ങോട്ട് ഒന്നിലും ഉണ്ടാവില്ല എന്ന് തന്നെ അൻസിബക്ക് അറിയാം ഇത് തുറന്നു പറഞ്ഞാൽ. എന്നിട്ടും ഇവരുടെയൊക്കെ ഇതിന് ഓച്ചാനിച്ച് നിൽക്കാതെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഇതൊക്കെ പറയാൻ കാണിച്ച ഒരു ധൈര്യം, അതെടുത്ത് പറയേണ്ട ഒരു ധൈര്യം തന്നെയാണ്. കാരണം ആ കുട്ടിക്ക് വർക്ക് വേണം. കാരണം അവരാണ് ആ കുടുംബത്തിൻ്റെ നാഥൻ. ആ കുടുംബത്തിനെ നോക്കുന്നതൊക്കെ അൻസിബയാണ്. അൻസിബ ചാനലിൽ വന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു അമ്പല കമ്മിറ്റി മഹാദേവ ക്ഷേത്രം അവർ സ്പോൺസർഷിപ്പിന് വന്നപ്പോൾ ലക്ഷങ്ങളാണ് കേട്ടോ, അതിന് അൻസിബ എതിർത്തു. ആ എതിർപ്പ് കൊണ്ട് തന്നെ എല്ലാവരും അൻസിബക്ക് നേരെ തിരിഞ്ഞു. ഇതൊക്കെയായിരിക്കാം ടിനി ടോമിനൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടാവുന്നത്, ജിഹാദി എന്നൊക്കെ വിളിച്ചത്. അല്ലെങ്കിലും അൻസിബ പറയുന്നത് കേട്ടിട്ടുണ്ടായി, ഇതിനു മുമ്പ് അൻസിബയുടെ സ്ഥാനത്തുള്ളവർക്കൊക്കെ അവിടെ ക്യാബിൻ ഉണ്ടായിരുന്നു, ഇരിക്കാനുള്ള ഒരിതുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അൻസിബക്കില്ല. അപ്പോൾ അവർ തുടക്കം മുതൽ തന്നെ തുടങ്ങിയതാണ് അൻസിബയെ വില കുറച്ച് കാണാനൊക്കെ. പക്ഷേ ഈ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ശ്വേതയെക്കാളും കുക്കുവിനേക്കാളും ഒക്കെ ടിനി ടോമിനേക്കാളൊക്കെ എത്രയോ സംസാരത്തിലായാലും പക്വതയായാലും കാര്യങ്ങളായാലും ഈ അൻസിബക്കുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്, എന്തിനാണ് അമ്പല കമ്മിറ്റിക്കാർ ഇതുപോലുള്ളൊരു സംഘടനയ്ക്ക് ഇത്രയും ലക്ഷം ചിലവാക്കുന്നത്? ശരിക്കും എത്ര ഭക്തന്മാർ ഒരു വീട് പോലും കയറിക്കിടക്കാനൊരു ഇടമില്ലാതെ, അല്ലെങ്കിൽ ഇത്രയും ഭാരിച്ച ചികിത്സയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അവർക്കൊന്നും ഒരു ഉപകാരം ഈ കമ്മിറ്റിയിൽ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് ഇത്രയും ഭാരിച്ച പണം മുടക്കാനൊക്കെ ഇവരെന്തിനാണ് തയ്യാറാവുന്നത്? നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാം അല്ലേ? ഉള്ളിലേക്കൂടി പല കാര്യങ്ങളും ഉണ്ടാവാം. ഈ ക്ഷേത്രത്തിൽ ഇത്രയും പണം വരുന്നത് എങ്ങനെയാണ്? സാധാരണക്കാർ കൊടുക്കുന്ന പണമല്ലേ? ആ പണം എടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ തോന്നുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, ഇതിൽ ശരി അൻസിബ തന്നെയാണ്. ശ്വേതയൊക്കെ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും ആരും ചോദ്യം ചെയ്യയില്ല. കാരണം അവർ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ കോടതി ഇതാണ്, അല്ലാതെ അവർക്ക് പുറത്തുള്ള കോടതിയെയോ നിയമത്തെയോ ഒന്നും പേടിയില്ല. എന്തിനാണ് പുറത്തു പോയി പറയുന്നത്? എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കണമെന്ന്. അതെ, എന്ത് ചീത്ത വിളിച്ചാലും അൻസിബക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞു. എന്താണ് അതെന്തവിഹിതമാണെന്ന് അൻസിബ പറയട്ടെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കുട്ടി വെറുതെ അവിഹിതം എന്ന് പറയുന്നെന്ന്? അതെ, അത് കേട്ടവർക്കല്ലേ വിഷമമുള്ളൂ. ഇത് നേരെ ലക്ഷ്മിപ്രിയയാണ് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും? കേരളം തന്നെ കത്തിക്കും. ശപിച്ചും പ്രാഗിയൊക്കെ എന്തൊക്കെ ലക്ഷ്മിപ്രിയ പറഞ്ഞേനെ. അപ്പോൾ ഇത് കേട്ടവർക്കുള്ള സങ്കടം അൻസിബക്ക് പറയാൻ പാടില്ലേ? എന്തുണ്ടെങ്കിലും ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഈ അമ്മ സംഘടനയും ഗവൺമെൻറ് ഏറ്റെടുക്കട്ടെ. അപ്പോൾ പിന്നെ ഇവർക്കൊന്നും ഇതുപോലെ കളിക്കാൻ പറ്റില്ലല്ലോ, എല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കുകയല്ലേ. അപ്പോൾ ഇതും അതുപോലെ ചെയ്യട്ടെ. എന്നിട്ട് ഗവൺമെൻറ് തന്നെ അവർക്കുള്ള ഒരു പെൻഷൻ കൊടുക്കട്ടെ. ഇതുപോലെ അവശ കലാകാരന്മാർക്കൊക്കെ ഗവൺമെൻറ് തന്നെ സഹായിക്കട്ടെ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ചൊരുക്കുള്ളവർക്ക് കിട്ടും. ഇതൊന്നും ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതുപോലുള്ള തെളിവുകൾ പലതും ഉണ്ടായിട്ടും ഈ ഭക്തർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭണ്ണാരത്തിൽ പണം നിക്ഷേപിക്കും. എന്തിന്? ഇത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദൈവത്തിനുള്ളതാണോ? ഈ ഭണ്ണാരത്തിൽ പണം ഇട്ടില്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കുമോ? ദൈവത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാതെ ഈ ഭണ്ണാരത്തിൽ കുറേ പണം, അതുപോലെ സ്വർണം, എന്തൊക്കെയാണ് ഈ ഭണ്ണാരത്തിൽ കൊണ്ടിടുന്നത്? തേങ്ങ, നെയ്യ്, അതുപോലെ പണങ്ങൾ, ഇതൊക്കെ ഭണ്ണാരത്തിൽ കൊണ്ടിടുന്നത്. ഇപ്പം മനസ്സിലാവുന്നില്ലേ ഈ പണങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്? മനസ്സിലാവുന്നില്ലേ? അല്ലാതെ ഇതിലുള്ള ഒരു ഭക്തനെയെങ്കിലും നമ്മൾ സഹായിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വീടെടുത്ത് കൊടുത്തെന്നോ, അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ വലിയ രോഗങ്ങളൊക്കെ വന്നാൽ അവരെ ചികിത്സിക്കാൻ ഈ അമ്പല കമ്മിറ്റി ചെയ്തൊന്നും ഞാൻ കേൾക്കാത്തത് കൊണ്ടാണോ അല്ല എൻ്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയുന്നില്ല.
ചിലപ്പോൾ ഇത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ പുറത്ത് വന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ തെളിഞ്ഞില്ലേ. അപ്പോൾ ദൈവം ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ശ്വേതയാണെന്ന് അറിയുന്നത്. എന്നിട്ടോ ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുപോലെ ടിനി ടോമും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ വിരൽ ചൂണ്ടുന്നത് അൻസിബയ്ക്ക് നേരെ തന്നെയാണ്. അതുപോലെ നീന കുറുപ്പിനെ ഒക്കെ അവിടെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവർ. ദല്ലാൽ നന്ദകുമാറും ശ്വേതയുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് ഈ സംഘടനയിലേക്ക് എത്തിയത്. 30 ലക്ഷം രൂപ കൊടുത്തു, ഇനിയും 45 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന്. അങ്ങനെ 75 ലക്ഷം രൂപയാണ് ഇവർ സ്പോൺസർഷിപ്പ്. എന്തായാലും ധൈര്യത്തോടു കൂടി അൻസിബ വന്ന പോലെ പലരും വരട്ടെ അല്ലേ. ഇതേതായാലും ഒരു നിമിത്തമായി ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഏതായാലും അൻസിബയെ പിന്തുണച്ച് നടൻ കൃഷ്ണ എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ അൻസിബയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കള്ളക്കളികളൊക്കെ ചെയ്തവർക്ക് ചെറിയൊരു പേടിയുണ്ടാവും. ഏതായാലും അവർ പേടിക്കട്ടെ, അൻസിബ ധൈര്യത്തോടു കൂടി നിൽക്കട്ടെ. എന്നിട്ട് ഈ കള്ളങ്ങളെല്ലാം പുറത്ത് വരുമ്പോൾ ഇവർ ഈ കാണിച്ച എന്തൊക്കെ നാടകങ്ങളായിരുന്നു, അയ്യോ അങ്ങനെയൊന്നുമല്ല, നമ്മളെന്തിനു പേടിക്കണം, വിവാദം നിങ്ങളുണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയിലുള്ള ആക്ടിങ്ങൊക്കെ ഇവിടെയും കാണിച്ചു കൊണ്ട് നിൽക്കുന്ന ശ്വേതയെ എന്തെങ്കിലും തട്ടിപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരട്ടെ. എന്നിട്ട് മാറ്റട്ടെ, ഇവരെയൊക്കെ മാറ്റിയിട്ട് പുതിയ ആൾക്കാർ വരട്ടെ. ഇതൊക്കെ ഭരിക്കാൻ അറിയുന്നവർ അല്ലെ, സത്യസന്ധമായി ചെയ്യുന്നവർ, പണത്തിന് ആർത്തിയില്ലാത്തവർ. അതുപോലെ തന്നെ ഇങ്ങനെയൊരു സംഘടന ഉള്ളത് തന്നെ പലരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ, ഇതുപോലെ പെൻഷൻ അതുപോലെ എന്തെങ്കിലും അവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. എന്നാൽ ആര് പരാതി കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും പ്രസിഡൻ്റ് അറിയുന്നില്ല, എനിക്കൊന്നും അറിയില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ലാതെ ഓരോ പരാതി കിട്ടുമ്പോഴും അതിനൊക്കെ അന്വേഷിക്കാനും അതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിന് ഓരോ കാര്യങ്ങൾ പരിഹരിക്കാനും ആയിരിക്കണം ഇതുപോലുള്ള സംഘടന. അങ്ങനെയൊന്നും ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ പിരിച്ചുവിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കട്ടെ അല്ലേ.